കർണാടക RTCയെ മാതൃകയാക്കി KSRTC നടത്തിയ ജീവനക്കാരുടെ പുനർവിന്യാസം ഫലം കാണുന്നു. 9 വർഷം മുൻപ് 44,394 ജീവനക്കാരെ ഉപയോഗിച്ച് 4,600 ബസ് ഓടിച്ചിരുന്ന KSRTCക്ക് ഇപ്പോൾ ഇത്രയും ബസ്സുകൾ ഓടിക്കാൻ 27,700 പേരെ മതി. 16,694 ജീവനക്കാരെയാണ് ഈ കാലയളവിൽ കുറച്ചത്. ചെലവ് ചുരുക്കലിനിടയിലും 10.19 കോടി രൂപ എന്ന റെക്കോർഡ് ദിവസ വരുമാനവും നേടാനായെന്നത് നേട്ടമാണ്. ശരാശരി 2,500 ബദൽ ജീവനക്കാരെയാണ് ദിവസം ഉപയോഗിക്കുന്നത്. ഒരു ബസ്സിന് 4.81 സ്ഥിര ജീവനക്കാർ മാത്രമാണ് ഉള്ളത്. ജീവനക്കാരുടെ പുനർവിന്യാസം ചെലവ് ചുരുക്കാൻ സഹായിച്ചെന്നാണ് കണക്കുകൂട്ടൽ. സെപ്റ്റംബർ 8-ന് ഒരു ബസ്സിൽ നിന്നുള്ള ശരാശരി വരുമാനം 22,152 രൂപയാണ്. മികച്ച വരുമാനമുള്ള സ്വകാര്യ ബസ്സിന് പോലും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടം. പുനരുദ്ധാന പാക്കേജിൽ ഉൾപ്പെട്ട ബസ് വാങ്ങൽ നടക്കാത്തത് പക്ഷേ തിരിച്ചടിയാണ്. കൈവശമുള്ളതിനാൽ 2,050 ബസ് അടുത്ത 8 മാസത്തിനുള്ളിൽ കാലഹരണപ്പെടും. ഇവയ്ക്ക് പകരം ബസ്സുകൾ എത്തുന്നതിനോടൊപ്പം നേരത്തെ നിശ്ചയിച്ച 1,200 ദീർഘദൂര റൂട്ടുകളിൽ കൂടി ബസ്സുകൾ ഓടിച്ചാൽ മാത്രമേ പാക്കേജിലെ 2ാം ഘട്ടം പൂർത്തിയാകൂ. ഈ ബസ്സുകൾ വാങ്ങാനുള്ള പദ്ധതിയും മുടങ്ങിയിട്ടുണ്ട്.